പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അമൃത സ്വരൂപാനന്ദ അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാമി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാമി, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഉള്ളത്. ഈ സമയം അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഇത് പ്രത്യേകിച്ച് എനിക്കായിട്ട് ഒന്നും പറയാനില്ല. കാരണം ഈ സമയത്ത്, ഈ നിമിഷത്തിൽ, ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ ജനങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരൊറ്റ വികാരം മാത്രമാണ്. ഈ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരം, ഒരു സ്പന്ദനം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ സവിശേഷതയാണ്, അതിൻ്റെ മഹത്വമാണ്. അപ്പോൾ ആ വികാരം തന്നെയാണ് എൻ്റെ മനസ്സിലും ഈ സരയുവിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. തീർച്ചയായിട്ടും അത് വലിയൊരു മുഹൂർത്തമാണ്. കാരണം ഭാരതത്തിൻ്റെ തനതായ സംസ്കാരം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്, സനാതനമായ ആധ്യാത്മിക സംസ്കാരമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെ മാറി നിന്നിട്ടുണ്ടോ, അതിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ അകന്നു പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഈ മണ്ണിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യം, ഭാരതം എന്ന് മാത്രമല്ല, ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന് അതിൻ്റെ തനതായ ഒരു സംസ്കാരമുണ്ട്, തനതായ ഒരു സ്പന്ദനമുണ്ട്. അവരുടെ മനസ്സുകളിലൊരു പ്രത്യേക രീതിയിൽ ശ്രുതി ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ ശ്രുതി ചേർന്ന് നിൽക്കുന്ന ആ സംസ്കാരത്തിൽ നിന്ന് ഏത് രാജ്യവും മാറിപ്പോയാൽ ആ രാജ്യത്തിന് വളർച്ചയുണ്ടാകില്ല. അപ്പോൾ വളർച്ച, പുരോഗമനം, വികാസം എന്ന് പറയുന്നത് ആധ്യാത്മികമായും ഭൗതികമായുമുള്ള വളർച്ചയാണ്. കാരണം ജനങ്ങളുടെ മൂല്യം, ഇപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള, അതായത് സാർവലൗകികമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. ഇപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ലോകത്തിലെല്ലാവരും ഒന്ന് തന്നെയാണ്. ശാന്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത്, കാരുണ്യം എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത്, ആത്മനിയന്ത്രണം എന്ന് പറയുന്നതൊക്കെ സാർവലൗകികമായിട്ടുള്ള ഗുണങ്ങളാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ ലോകം തന്നെ നശിച്ചു പോകും. നമുക്ക് ഇപ്പം നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ ഇല്ലേ, ഇതൊന്നും ഒരു നിമിഷം, ഒരു ദിവസം രാവിലെ പെട്ടെന്നുണ്ടായതല്ല. ഇത് പതുക്കെ കാലക്രമേണ മനുഷ്യൻ്റെ അത്യാർത്തി കൊണ്ടും സ്വാർത്ഥമായ കർമ്മങ്ങൾ കൊണ്ട്, ചിന്തകൾ കൊണ്ടുമൊക്കെ വന്ന് ചേർന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വാക്കിൽ അതിന് ഉത്തരം പറയണമെങ്കിൽ മനുഷ്യൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ആർത്തി വന്നത്, അതുകൊണ്ടാണല്ലോ സ്വാർത്ഥത വന്നത്, സ്നേഹമില്ലായ്മ വന്നത്. അപ്പോൾ ഇതൊക്കെ വീണ്ടെടുക്കണമെങ്കിൽ ഈ ആധ്യാത്മിക മൂല്യങ്ങൾ വളർത്തിയേ പറ്റൂ. അപ്പോൾ അതിനോടൊപ്പം വളരുന്ന ഭൗതികമായ വികാസം, ഇതായിരിക്കണം ലക്ഷ്യം. ഈ ചടങ്ങിൽ രാഷ്ട്രീയം ആരോപിച്ചുകൊണ്ട് ചില കക്ഷികളൊക്കെ മാറി നിൽക്കുകയാണ്. സ്വാമി, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ അതൊരു നിരാശാജനകമായൊരു തീരുമാനമായിരുന്നു. ഇത് വളരെ നിരാശാജനകം തന്നെയാണ്. കാരണം എന്തിനും ഏതിനും ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം നൽകുന്ന ഒരു പ്രവണതയില്ലേ, അത് വാസ്തവത്തിൽ സമൂഹത്തിനെയും ജനങ്ങളെയും ഒരുപാട് വിപരീതമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അയോധ്യ എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതൽ തന്നെ അയോധ്യ ശ്രീരാമൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ്, രാമായണം പിറവിയെടുത്ത സ്ഥലമാണ്. അതിൻ്റെ ഒരുപാട് ഇന്നും നിലനിൽക്കുന്ന ചില ചിഹ്നങ്ങളുണ്ട്, ചില സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവിടെ ശ്രീരാമചന്ദ്രന് ഒരു ക്ഷേത്രം വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു, ആ മോസ്കിൻ്റെ പിറകിലും ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ മനസ്സുകൾ എവിടെയൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം രാഷ്ട്രീയമുണ്ട്. ഇതിലും രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷേ നമ്മൾ എന്തിനാണ് ഈ രാഷ്ട്രീയ അതീതമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിച്ചഴിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ സംഭവത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒന്നിച്ച് ചേർന്നിരുന്നുവെങ്കിൽ ആ കൂട്ടായ്മ, ആ ഐക്യം ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര മഹത്തരമായ സന്ദേശം നമുക്ക് ലോകത്തിന് നൽകാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഇത്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ചടങ്ങിനെ പിന്തുണച്ച പലർക്കെതിരെയും സൈബർ ആക്രമണവും മറ്റും നടക്കുന്നത് സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സൈബർ ആക്രമണം, അതിപ്പോൾ എവിടെ എന്ത് നല്ല കാര്യം നടന്നാലും നന്മ ചെയ്യുന്നവരെ, നന്മ പറയുന്നവരെയും നന്മയുടെ
ഏതെങ്കിലും ഒരു നല്ല ദിവസം ഉണ്ടാകുമ്പോൾ, ഒരു നല്ല സംഭവം ഉണ്ടാകുമ്പോഴൊക്കെ ഈ ആൻറ്റൈ സോഷ്യൽസ് തന്നെ ഞാൻ പറയും, അവരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട്. അത് ദുഷിച്ച മനസ്സുകളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. സംസ്കാര ശൂന്യത മാത്രമാണ്. സ്വന്തം മനസ്സിൻ്റെ വൈകൃതം ലോകത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, വളരെ 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 ഇടുങ്ങിയ മനസ്സിൻ്റെ ഉടമകൾ. അതിൽ കവിഞ്ഞ് അവരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. അവരെ കുറച്ച് നന്നാവണം ആളുകളെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ മനസ്സ് കുറച്ചുകൂടെ വികസിപ്പിക്കുന്നത് നല്ലതാണ്. വലിയ വികസനമാണ് ഈ അയോധ്യയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. മാതാമൃതാനന്ദമയി മഠം ഏതെങ്കിലും പുതിയ നിർമ്മാണങ്ങളോ സ്ഥാപനങ്ങളോ ഈ അയോധ്യയിൽ പണിയുന്നതിന് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആലോചനകൾ? വികസനം നടക്കട്ടെ, വികസനം ഉണ്ടാകണം. അയോധ്യയിലല്ല, ഭാരതം മുഴുവൻ വികസിക്കണം. പക്ഷേ തൽക്കാലം മാതാമൃതാനന്ദ മഠം ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു പുതിയ പദ്ധതിക്ക് ആലോചിക്കുന്നില്ല. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. സ്വാമി അമൃത സ്വരൂപാനന്ദയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഈ അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അയോധ്യയിൽ നിന്നും ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.